ഖുർആൻ പാരായണം നിർത്തി, കുതിരയും അതിന്റെ വെപ്രാളം നിർത്തി. വീണ്ടും ഓതുമ്പോൾ കുതിര കിടന്ന് വല്ലാതെ വെപ്രാളം കാണിക്കുന്നു. ആ കുതിര അതിന്റെ മൂക്ക് കയറി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. രാവിലെ സുബഹി നമസ്കാരത്തിനെത്തുമ്പോ ആ സഹാബി അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ തിരുദൂതരെ, ഇന്നലെ ഞാൻ വീട്ടിലിരുന്നിട്ട് ഖുർആൻ ഓതിയപ്പോ ആ സമയത്ത് എന്റെ കുതിര വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകന സഹാബിയോട് പറഞ്ഞു, സഹാബി, അള്ളാഹുവിന്റെ ഖുർആൻ നീ ഓതിയപ്പോ, ആ ഖുർആൻ നീ വായിച്ചപ്പോ, അള്ളാഹുവിൻ നിന്റെ ഖുർആൻ നീ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ആകാശത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ നിന്റെ വീട്ടിലോട്ട് വന്നു. ആ മലക്കുകൾ നിന്റെ വീട്ടിൽ നിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ ചാതോർത്ത് നിന്നപ്പോ അള്ളാഹുവിന്റെ മലക്കുകളെ കണ്ടിട്ട് നിന്റെ കുതിര പേടിച്ചിട്ട് കയ്യും കാലും ഇട്ട് വല്ലാതെ ചലിപ്പിച്ചതാണ്. എന്റെ പൊന്നു സഹാബി, എന്തേ നീ ആ ഖുർആൻ ഓതുന്നത് നിർത്തിക്കളഞ്ഞത്? എന്തേ നീ അത് നിർത്തിക്കളഞ്ഞത്? നിർത്താതെ നീ പ്രഭാതം വരെ ആ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് മദീനയിലെ പ്രഭാതം മുഴുവനും മലക്കുകളെ കൊണ്ട് നിറയുമായിരുന്നു. ഈ മദീന നഗരം മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് നിറയുമായിരുന്നു. എന്തേ നീ ആ പാരായണം നിർത്തിക്കളഞ്ഞതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ വെച്ച് നാം ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ വീടിന്റെ വായനയ്ക്കൊരു മാറ്റമുണ്ടാകണം, നമ്മുടെ വായനാശീലങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം. അള്ളാഹുവിന്റെ ഖുർആൻ എന്താണോ നമ്മോട് പറഞ്ഞത്, ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്തിനാ പെങ്ങളെ ഖുർആൻ അല്ലാത്ത മറ്റൊന്നിലേക്ക് നമ്മൾ തിരിയുന്നത്? എന്തിനാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം മക്കയുടെ വഴിയോരത്തിലൂടെ നടന്നു പോകുമ്പോ ഏതോ പാതയുടെ ഓരത്ത് നിന്നിട്ട് തൗറാത്തിന്റെ ഒരു ചെറിയ കഷണം കടലാസ് കിട്ടി. തൗറാത്തിന്റെ ചെറിയ ഒരു കഷണം കടലാസ് കിട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കടലാസ് വായിച്ചു നോക്കിയപ്പോൾ വല്ലാത്ത രസമാണ് അത് വായിക്കാൻ. അത് വായിച്ചപ്പോൾ എന്തോ ഒരു അനുഭൂതി പോലെ ആ കടലാസുമായി കീറിപ്പോയ തൗറാത്തിന്റെ കടലാസുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് നടന്നു വന്നപ്പോൾ പാതയോരത്ത് കിടന്നൊരു കടലാസിന്റെ കഷണം കിട്ടി. ഇത് വായിക്കാൻ എന്തോ ഒരു രസമാണ് നബിയെ. ഇത് വായിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേകത പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, അത്ര ഉമറേ,